Welcome to day 2 by 15 of learning MEG 2. Today we will be dealing with Hamlet by William Shakespeare. William Shakespeare's Hamlet is one of the greatest tragedies in English literature, exploring the complex themes of revenge, morality, madness, delay, death, and the conflict between appearance and reality. The play centers on Prince Hamlet of Denmark, who struggles to avenge the murder of his father, King Hamlet, by his uncle Claudius, who has seized the throne and married Hamlet's mother, Queen Gertrude. ഇതൊരു റിവെഞ്ച് ട്രാജഡിയാണ് വിത്ത് തീംസ് ഓഫ് മൊറാലിറ്റി, മാഡ്നസ്, ഡിലേ, ഡെത്ത് ആൻഡ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ അപ്പിയറൻസ് ആൻഡ് റിയാലിറ്റി. ഡെൻമാർക്കിലെ കിങ് ആയിട്ടുള്ള കിങ് ഹാംലെറ്റിനെ ക്ലൗഡിയസ്, അദ്ദേഹത്തിൻ്റെ തന്നെ ബ്രദർ, വധിക്കുകയാണ് ഉണ്ടാവുന്നത്. ആൻഡ് അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസ് ഹാംലെറ്റ് നടത്തുന്ന സ്ട്രഗിൾസ് ആണ് ഈ ഡ്രാമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലൗഡിയസ് ഇപ്പോൾ ഡെൻമാർക്കിലെ രാജാവും ഹാംലെറ്റിൻ്റെ മദറായിട്ടുള്ള ഗെർട്രൂഡിനെ വിവാഹം കഴിച്ചിട്ടുമുണ്ട്. ഡ്രാമയിലെ ഓരോ സീൻസായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ആക്ട് 1 നടക്കുന്നത് ദ ഗോസ്റ്റ് ഓഫ് കിങ് ഹാംലെറ്റ് അപ്പിയേഴ്സ് ടു സോൾജിയേഴ്സ് ഓൺ ദ കാസൽ വാൾസ്. പ്രിൻസ് ഹാംലെറ്റ് റിട്ടേൺസ് ഹോം ഫോർ ഹിസ് ഫാദേഴ്സ് ഫ്യൂണറൽ ആൻഡ് മദേഴ്സ് റീമാരേജ് ടു ക്ലൗഡിയസ്. The ghost reveals that Claudius murdered him by pouring poison into his ear and commands Hamlet to avenge his death. Hamlet decides to pretend to be mad to investigate the truth. സോ ആക്ട് 1 കിങ് ഹാംലെറ്റിൻ്റെ ഗോസ്റ്റ് പ്രിൻസ് ഹാംലെറ്റിൻ്റെ അടുത്ത് തന്നെ വധിച്ച ആളുകൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. ക്ലൗഡിയസിനെതിരെയാണ് പ്രതികാരം ചെയ്യാൻ വേണ്ടി പറയുന്നത്. ആൻഡ് ഓൾസോ ഹാംലെറ്റ് ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് പ്രിൻസ് ഹാംലെറ്റ് മാഡായിട്ട് അഭിനയിക്കുകയാണ്, പ്രിറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ആക്ട് 2, പൊളോണിയസ് ബിലീവ്സ് ഹാംലെറ്റ് ഈസ് മാഡ് ബിക്കോസ് ഓഫ് ലവ് ഫോർ ഒഫീലിയ. റൊസെൻഗ്രാൻസ് ആൻഡ് ഗിൽഡൻസ്റ്റോം are sent to spy on Hamlet. Hamlet plans to confirm Claudius's guilt using a play that reenacts the murder. അവിടുത്തെ മന്ത്രിയായിട്ടുള്ള പൊളോണിയസ് വിശ്വസിക്കുന്നത് ഹാംലെറ്റ് മാഡാവാൻ കാരണം തൻ്റെ മകളായിട്ടുള്ള ഒഫീലിയനോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ്. അതുപോലെ ഹാംലെറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഡ്രാമ എനാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ക്ലൗഡിയസ് ആണോ ഈ അച്ഛനെ കൊന്നത് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. In Act 3, the mousetrap play confirms Claudius's guilt. Hamlet's to be or not to be soliloquy expresses his deepest conflict between thought and action. Hamlet confronts Gertrude, accidentally kills Polonius and misses the chance to kill Claudius at prayer. മൗസ്ട്രാപ്പ് എന്ന നാടകം അവതരിപ്പിക്കുന്നതിലൂടെ ക്ലൗഡിയസ് തന്നെയാണ് തൻ്റെ അച്ഛനെ വധിച്ചത് എന്ന് ഹാംലെറ്റ് മനസ്സിലാക്കുന്നു, ക്ലൗഡിയസിൻ്റെ മുഖത്തുള്ള കുറ്റബോധം കണ്ടിട്ട്. ആൻഡ് ഓൾസോ ആക്സിഡൻ്റലി ഹാംലെറ്റ് പൊളോണിയസിനെ വധിക്കുന്നുണ്ട്. ആൻഡ് ക്ലൗഡിയസിനെ വധിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടും അത് മിസ് ചെയ്യുന്നുമുണ്ട്. In Act 4, Hamlet is sent to England, discovers plot to kill him and escapes. Ophelia goes mad due to grief and later dies, presumed suicide. Laertes returns, seeking revenge for his father Polonius' death. Claudius and Laertes plan to kill Hamlet with a poisoned sword and poisoned drink. ഹാംലെറ്റിനെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു. അത് തന്നെ കൊല്ലാനാണെന്ന് മനസ്സിലാക്കിയ ഹാംലെറ്റ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഒഫീലിയ തൻ്റെ അച്ഛനെ ഹാംലെറ്റ് വധിച്ചു എന്നറിയുന്ന സമയം ഭ്രാന്തായിട്ട് സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിയാർട്ടസ് എന്നുള്ളത് പൊളോണിയസിൻ്റെ മകനാണ്. ഹാംലെറ്റിനെതിരെ റിവഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, തൻ്റെ അച്ഛനെ കൊന്നതിനെതിരെ റിവഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിയാർട്ടസ് ക്ലൗഡിയസിൻ്റെ കൂടെ ചേരുന്നു. ആൻഡ് ഒരു പോയ്സൺഡ് സ്വേർഡും ഒരു പോയ്സൺഡ് ഡ്രിങ്കും യൂസ് ചെയ്യുന്നു. ഇൻ ആക്ട് 5, ഗ്രേവ്യാർഡ് സീൻ വിത്ത് യോറിക്സ് സ്കൾ, ഹാംലെറ്റ് റിഫ്ലെക്ട്സ് ഓൺ മൊറാലിറ്റി, ഡ്വൽ ബിറ്റ്വീൻ ഹാംലെറ്റ് ആൻഡ് ലിയർട്ടസ്. Gertrude drinks the poisoned cup meant for Hamlet and dies. Laertes wounds Hamlet with the poisoned sword but reveals the plot before dying. Hamlet kills Claudius and finally fulfills his revenge. Hamlet dies and Horatio tells the truth to restore order as Fortinbras claims the throne. ഹാംലെറ്റിനെ വധിക്കാൻ വെച്ച പോയ്സൺഡ് കപ്പാണെന്നറിയാതെ ഗെർട്രൂഡ് അതെടുത്ത് കുടിക്കുന്നു ആൻഡ് ഷീ ഡൈസ്. ലിയർട്ടസ് ഹാംലെറ്റിനെ വിഷമുള്ള വാളുകൊണ്ട് മുറിവേൽപ്പിക്കുന്നു. തിരിച്ച് ഹാംലെറ്റ് അതേ വാളുകൊണ്ട് ലിയർട്ടസിനെ കൊല്ലുന്നു ആൻഡ് ക്ലൗഡിയസിനെയും കൊല്ലുന്നു. ആൻഡ് അവസാനം ഹാംലെറ്റും മരിക്കുകയാണ് ചെയ്യുന്നത്.
And the themes are revenge and tragedy. Revenge is the driving force of the plot. Hamlet is commanded by the ghost of his father to kill Claudius, but he hesitates due to moral and philosophical doubts. Shakespeare portrays revenge not as heroic but destructive and tragic, leading ultimately to the death of nearly every major character. ഈ ഡ്രാമയുടെ മേജർ തീം എന്ന് പറയുന്നത് റിവെഞ്ച് ആണ്. ആൻഡ് ഷേക്സ്പിയർ ഇവിടെ റിവെഞ്ച് കാണിക്കുന്നത് നോട്ട് ആസ് ഹീറോയിക് ആയിട്ടല്ല കാണിക്കുന്നത്, പക്ഷെ ഡിസ്ട്രക്റ്റീവ് ആണ്. കാരണം ഈ റിവെഞ്ച് ഈ ഡ്രാമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം മരിക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. Number 2, appearance versus reality. Almost every character hides their true intentions. Claudius pretends to be a caring king, Polonius spies behind mask of concern, and Hamlet pretends to be mad. This theme reveals a corrupt world where truth is uncertain, symbolized by Denmark's decay. Something is rotten in the state of Denmark. ഈ വേൾഡിൽ നമുക്ക് സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്നും ഓരോ ക്യാരക്ടറിൻ്റെയും ഉള്ളിലുള്ള ഇൻറ്റൻഷൻസും അവരുടെ അപ്പിയറൻസും റിയാലിറ്റിയും വളരെ ഡിഫറെൻ്റ് ആണെന്നും, അതുപോലെ ഡെൻമാർക്കിൻ്റെ മോറലി ആൻഡ് പൊളിറ്റിക്കലി കറപ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് കൂടെയാണ് ഇവിടെ പ്ലെയറായിട്ട് കാണിക്കുന്നത്. Third one, madness. Hamlet's behavior oscillates between genuine emotional turmoil and intentionally performed madness. Ophelia, however, descends into true madness caused by grief and manipulation. Shakespeare contrasts real madness and strategic madness to show psychological collapse under moral pressure. ഹാംലെറ്റിൻ്റെ മാഡ്നസ് സ്ട്രാറ്റജിക് മാഡ്നസ് ആണ്, ടു അൺകവർ ദ ട്രൂത്ത് ഓഫ് ക്ലൗഡിയസ്. ബട്ട് ഒഫീലിയയുടെ മാഡ്നസ് വാസ് ട്രൂ ആൻഡ് അത് അവളുടെ സങ്കടത്തിൽ നിന്നും ആ ഗ്രീഫിൽ നിന്നും വന്ന മാഡ്നസ്സുമാണ്. Fourth one, delay or inaction versus action. Hamlet is a philosopher rather than a man of action. His reflective nature and constant self-questioning, to be or not to be, illustrate his struggle with the consequences of revenge. His tragic flaw is overthinking, which causes fatal delay. പല സിറ്റുവേഷനിലും ആക്ഷൻ എടുക്കാനുള്ള ചാൻസസ് ഹാംലെറ്റിന് കിട്ടിയിട്ടും ഹാംലെറ്റ് വാസ് ഡിലേയിങ് എവറിത്തിങ്. ഹീ ഈസ് എൻ ഓവർ തിങ്കർ ആൻഡ് അത് തന്നെയാണ് ഹാംലെറ്റിൻ്റെ ഏറ്റവും വലിയ ട്രാജിക് ഫ്ലോ. Fifth one, mortality and meaning of life. Death is constantly present. The graveyard scene with Yorick's skull emphasizes the equality of all humans in death and questions the purpose of life. Hamlet's contemplation reveals Renaissance anxieties about faith and existence. Now let's look into the structure and literature style. Shakespeare's use of soliloquies reveals Hamlet's inner thoughts and emotional depth, especially in the famous lines, "to be or not to be." Tragic elements like hamartia, catharsis, and dramatic irony make Hamlet a classical tragedy. ഷേക്സ്പിയർ ഒരുപാട് സോളിലോക്കീസ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോളിലോക്കി എന്ന് പറയുമ്പോൾ ഒരു കഥാപാത്രം തൻ്റെ ചിന്തകളും വികാരങ്ങളും ഓഡിയൻസിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ശബ്ദത്തിൽ പറയുന്നതിനെയാണ് സോളിലോക്കി എന്ന് പറയുന്നത്. അതുപോലെ ഒരു ക്ലാസിക്കൽ ട്രാജഡിയുടെ എല്ലാ എലമെൻസും നമുക്ക് ഹാംലെറ്റിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഹമേർഷ്യ, കഥാസിസ് ആൻഡ് ഡ്രമാറ്റിക് അയോണി. ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ എന്നത് ഇതിലെ ഒരു ഫേമസ് സോളിലോക്കിയാണ്. ആൻഡ് ഹാംലെറ്റ് കണ്ടംപ്ലേറ്റ്സ് ലൈഫ് ആൻഡ് ഡെത്ത്, പോണ്ടറിങ് വെദർ എക്സിസ്റ്റൻസ് ഇസ് വർത്ത് എൻട്രി. ഇത് ഹാംലെറ്റ് തൻ്റെ ലൈഫിനെ കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ പറയുന്ന ഒരു സോളിലോക്കിയാണ്. അതുപോലെ ഓ മൈ ഒഫൻസസ് റാങ്ക് ഇറ്റ് സ്മെൽസ് ടു ഹെവൻ എന്നത് ക്ലൗഡിയസ് പറയുന്ന സോളിലോക്കിയാണ്. ആൻഡ് ഇത് റിവീൽസ് ദ ഡെപ്ത് ഓഫ് ഹിസ് ഗിൽട്ട് ആൻഡ് ഫിയർ ആഫ്റ്റർ ദ പ്ലേ വിത്തിൻ ദ പ്ലേ എക്സ്പോസസ് ഹിസ് ക്രൈം. ക്ലൗഡിയസിന് ഗിൽട്ട് വരുമ്പോൾ, താൻ ചെയ്ത തെറ്റ് മനസ്സിലാകുമ്പോൾ പറയുന്ന തൻ്റെ പ്രവർത്തനം എത്രത്തോളം മോശമായി എന്ന് മനസ്സിലാക്കുന്ന മൊമെൻറ്റിൽ ക്ലൗഡിയസ് പറയുന്ന ഒരു സോളിലോക്കിയാണ്. In this soliloquy, Claudius admits that he murdered his brother and stole both the crown and Queen Gertrude. His guilt is overwhelming. He calls his crime rank and so foul that it smells to heaven. He wants forgiveness but cannot truly repent because he still enjoys the rewards of his sin. അതായത് താൻ ചെയ്ത ഒഫൻസ് റാങ്ക് വളരെ ഫോൾ സ്മെല്ലിംഗ് ആണെന്നും അത് ഹെവനിലെത്താതിരിക്കില്ല, അല്ലെങ്കിൽ എന്തായാലും അത് ഗോഡ് അറിയാതിരിക്കില്ല എന്നാണ് ക്ലൗഡിയസ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ അറിയാം തൻ്റെ ഫോർഗീവ്നെസ് ദൈവം സ്വീകരിക്കില്ല, കാരണം അതിൻ്റെ
ഒരു ബെനിഫിറ്റ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഹി ഹാസ് മാരീഡ് ടു ക്വീൻ ആൻഡ് ഓൾസോ ഹീ ഈസ് ദ കിങ്. ആ ബെനിഫിറ്റ് അനുഭവിക്കുമ്പോൾ അതൊരിക്കലും തൻ്റെ ഫോർഗിവ്നെസ് ദൈവം സ്വീകരിക്കില്ല എന്നും ക്ലൗഡിയസിന് അറിയാം. So, Hamlet is a timeless exploration of human psychology, moral struggle, and the consequences of revenge. Shakespeare portrays a world of corruption, moral confusion, and existential questioning, where every action leads to tragedy. The play remains relevant because it reflects the universal human conflict between thought and action. പൊതുവെ മനുഷ്യരിൽ കാണപ്പെടുന്ന തോട്ടും ആക്ഷനും തമ്മിലുള്ള ഒരു അന്തരം തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ഡ്രാമ ടൈംലെസ് ആവാൻ കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് യു വിൽ ബി നോട്ടിഫൈഡ് ഫോർ day 3/15 of learning MEG 2.